നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര കടലാവിളയിൽ പ്രവർത്തിക്കുന്ന കാർമൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം ISRO മേധാവി നിഷാങ്ക് ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ സഹോദയ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന CBSE ശാസ്ത്രമേള കൊട്ടാരക്കര കാർമൽ സ്കൂളിൽ ഇന്ന് രാവിലെ മുതൽ നടന്നു വരികയാണ്. ഈ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ISRO മേധാവി നിഷാങ്ക് ശ്രീവാസ്തവ അവർ നിർവഹിക്കുകയായിരുന്നു. ഈ ശാസ്ത്രമേളയിൽ കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നിരവധി സംരംഭങ്ങൾ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ നിരവധി പ്രോത്സാഹനങ്ങൾ അവർ കുട്ടികൾ നടത്തുന്ന നിരവധി എക്സിബിഷൻ കാഴ്ചകളുണ്ട്. ഇന്നിവിടെ എത്തിയിട്ടിരിക്കുന്ന നമ്മൾ പിന്നിൽ കാണുന്നത് പോലെ കേരള സംസ്ഥാന വകുപ്പിൻ്റെ സയൻസ് ആൻഡ് മ്യൂസിയം ടെക്നോളജിയുടെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവഴി കുട്ടികൾക്ക് കൂടുതൽ പഠനത്തോടൊപ്പം തന്നെ ശാസ്ത്രപരമായിട്ടുള്ള കൂടുതൽ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനും ഇത് സഹായിക്കും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും കഴിയുന്ന ഒരു ശാസ്ത്രമേളയാണ് ഇപ്പോൾ ഇന്നിവിടെ കൊട്ടാരക്കരയിൽ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ എക്സിബിഷനിലെ മറ്റൊരു ആകർഷണമാണ് 12D സിനിമാസ്. കുഞ്ഞു കുട്ടികൾക്ക് ഇവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കാഴ്ചയുടെ പുതുലോകം സമ്മാനിച്ചുകൊണ്ടുള്ള 12D സിനിമാസിൻ്റെ പ്രദർശനവും ഈ CBSE ശാസ്ത്രമേളയിൽ നടന്നു വരികയാണ്. അനുഭവം ഭയങ്കര രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. കാനൻ കോസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങളെ അതിനകത്ത് കണ്ടത്. നമ്മളൊരു റോളർ കോസ്റ്റർ റൈഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അതിനകത്ത് കയറിയപ്പോൾ ഉണ്ടായിരുന്നത്. വളരെ നല്ല ഫീലിംഗ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? പേടിച്ചില്ലയോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. കുഞ്ഞ് പേടിച്ചു വന്നൊരു ചെറിയ ഡൗട്ട് അതേ ഉള്ളൂ. കൊല്ലം ജില്ലാ സഹോദയ കോംപ്ലക്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന CBSE ശാസ്ത്രമേളയിൽ മറ്റ് ശാസ്ത്രമേളകളിലൊന്നും കാണാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക ഇനവും കുട്ടികൾക്ക് സന്തോഷത്തിനും ആഹ്ലാദത്തിനും വേണ്ടി ഇവരിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കുതിര സവാരിയാണ്. 50 രൂപ ടിക്കറ്റിന് ഈ കാർമൽ റെസിഡൻഷ്യൽ സ്കൂൾ, കൊട്ടാരക്കര കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടിൽ ഒരു 2 മിനിറ്റോളം ഈ ഗ്രൗണ്ടിൽ കറക്കുന്നതാണ് ഈ കുതിര സവാരി. ഇത് കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവർക്ക് ഇവിടെ ലഭ്യമാകുന്നത്. അന്ന് കുട്ടികളിൽ നിന്നും നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാഫ് മാനേജ്മെൻറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞത് വെച്ചാൽ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് വളർത്താനായിട്ട് ഉള്ളൊരു പ്രചോദനം കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഈവൻറ്റ് ചെയ്യണം എന്നായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഹോഴ്സ് റൈഡിങ്ങിനെ പറ്റി മാനേജ്മെൻറ്റിനോട് പറഞ്ഞത്. അപ്പോൾ അവരതിനുള്ള അനുമതി തരികയും നമ്മളിവിടെ കണ്ടക്ട് ചെയ്തത് വെച്ച് എല്ലാ കുട്ടികൾക്കും നല്ല ഹാപ്പി ആയിട്ടാണ് ഇതിൻ്റെ മണ്ടയിൽ സവാരി ചെയ്തത്. നമ്മൾ ഗ്രൗണ്ടിന് ചുറ്റും 2 റൗണ്ട് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ആണ്. കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് ഞാൻ ഇതിനെ കാണും. അതുപോലെ തന്നെ ഈ ശാസ്ത്രമേളയിലെ മറ്റൊരു വ്യത്യസ്തമായ ഒരു ഐറ്റമായിരുന്നു ഷൂട്ടിംഗ് പോയിൻ്റ്. അതായത് ഈ ഷൂട്ടിംഗ് പോയിൻ്റ് എന്നതിലൂടെ കുട്ടികൾക്ക് പുതിയ അറിവുകൾ, ആ മേഖലയിൽ എങ്ങനെ കഴിവ് തെളിയിക്കാം എന്നതിനെക്കുറിച്ചുള്ള പുതിയ അറിവ് പകരുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഷൂട്ടിംഗ് പോയിന്റിലൂടെയുമൊക്കെ കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. അതായത് 10 രൂപ ടിക്കറ്റിന് 2 ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. സത്ബൗ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള പോർട്ടബിൾ പ്ലാനറ്റോറിയം ഈ ശാസ്ത്രമേളയിലെ ഒരു പ്രധാന ആകർഷണമായിരുന്നു. ഇതുവഴി കുട്ടികൾക്ക് പ്ലാനറ്റോറിയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ കൂടുതൽ പഠനങ്ങൾ അവരിലേക്ക് എത്താനും ഇവർ സഹായിക്കുകയാണ്. ഈ സത്ബൗ സയൻസ് ക്ലബിൻ്റെ സംഘാടകരോട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയാം. നമസ്കാരം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി. ഇതിപ്പോൾ ഏകദേശം ഒരു 100 സ്കൂൾസോളം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ പറ്റുന്നത്
ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഫിഷർ ടെക്നോളജി എന്ന് പറയും. ഇതിപ്പോൾ നമുക്ക് എല്ലാ സ്കൂളുകളിലും കൊണ്ടുചെന്ന് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 30-35 മിനിറ്റോളം വീഡിയോസ് കാണും. അതിപ്പോൾ ഇവരുടെ ക്ലാസ് ബേസ്ഡ്, അതായത് ഇപ്പോൾ അവർ ഏജ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഹയർ സ്റ്റുഡൻസ് ആണ് നമുക്ക് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചോ സ്റ്റാർസിനെ കുറിച്ചൊക്കെ വീഡിയോ കാണിക്കാം. ഇപ്പോൾ യങ്ങർ സ്റ്റുഡൻസ് ആണ് നമുക്ക് സോളാർ സിസ്റ്റത്തെ കുറിച്ച് വീഡിയോ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പല വീഡിയോസിൻ്റെ നമുക്ക് റൈറ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പം ഇപ്പോൾ നമുക്ക് ചെറുതല്ല വലിയ ഡോമും ഉണ്ട്. ഒരു 30-40 കുട്ടികൾ വരെ ചെറിയ ഡോം ഇരിക്കും. ആ വലിയ ഡോമാണെങ്കിൽ ഏകദേശം 100 സ്റ്റുഡൻസോളം നമുക്ക് ഇരുത്താൻ പറ്റും. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് വീഡിയോയും കഴിയുമ്പോൾ പിള്ളേർക്ക് നമ്മൾ എക്സ്പ്ലനേഷനും കൊടുക്കും ഇതിൻ്റെ ടോപ്പിക്സിനെ കുറിച്ച്. അപ്പോൾ ഫൈനലി അവർ ഇറങ്ങാൻ നേരത്ത് അവർ കണ്ട ടോപ്പിക്സിനെ കുറിച്ച് അവർക്ക് നല്ലൊരു ഐഡിയയും കാണും. ആൻഡ് ആഫ്റ്റർ ഓൾ ദേ വിൽ ബി വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഓൾസോ. നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ എപ്പോഴും എൻവയൺമെൻറ്റൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് പോലുള്ള ക്ലബ്ബുകളുടെ ഒരുപാട് ടോപ്പിക്സിൽ ഡിസ്കഷൻ നടക്കുന്നു. പക്ഷേ ആസ്ട്രോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രധാന മോട്ടോ എന്ന് പറയുന്നത് ആസ്ട്രോണമി റിലേറ്റഡ്. കാരണം ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങളെ ഏറ്റവും ഉറ്റുനോക്കുന്നത് എക്കണോമിക്കലായിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ട് സ്പേസ് മിഷൻസ് നമ്മൾ ചെയ്യുന്നതിലാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അത്തരത്തിലുള്ളൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ടാണ് അതാണ് നമ്മുടെ കമ്പനിയുടെ പ്രധാന മോട്ടോ എന്ന് പറയുന്നത്. A rocky planet orbits a star. Within its atmosphere are cosmic ingredients: heat, cold, liquid, gases. A recipe for an awesome consequence. Weather. It weather's milder than ours. To find out, we'll take a voyage of discovery to witness the wildest weather in the solar system. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പ്ലാനറ്റോറിയത്തിനകത്ത്? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, പൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി പ്ലാനറ്റോറിയത്തിൽ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം. പക്ഷേ ഞങ്ങൾക്കിത് ഇവിടെ സ്കൂളിൽ ഞങ്ങൾക്കിത് കൊണ്ട് തന്നു കാണാൻ വേണ്ടി. പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് പ്ലാനറ്റ്സിനെ കുറിച്ചും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ട് ഒരുപാട് ഫീൽ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഇത് ഭയങ്കര റിയൽ ആയിട്ട് നമുക്ക് എല്ലാം കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഇങ്ങനൊരു സംഭവം ഞങ്ങളുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. നല്ലതായിരുന്നു. ഈ ശാസ്ത്രമേളയിലെ ഒരു വേറിട്ട അനുഭവമായിരുന്നല്ലോ ഈ ചിത്ര പ്രദർശനം. ഇതിനെപ്പറ്റി സാറിന് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ള അനുഭവം എന്താണ്? ഞാൻ ഇവിടെ ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള പവലിയനിലെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഇവിടുത്തെ ചിത്രപ്രദർശനം ശാസ്ത്രമേളയിൽ നടന്ന് കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വേറിട്ട ഒരു അനുഭവം എനിക്ക് ഈ ചിത്രപ്രദർശനത്തിൽ നിന്നാണ് കിട്ടിയത്. അദ്ദേഹം MG മനോജ് എന്ന് പറഞ്ഞ ജോയിൻ്റ് RTO അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതയാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയ ചിത്രങ്ങൾ, അത് ഓരോ ചിത്രങ്ങളും ഓരോ അനുഭവങ്ങളും അതുപോലെ തന്നെ വേദന ഉണ്ടാക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഒക്കെയാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന രീതിയും നമ്മളോടൊപ്പം തന്നെ നിരവധി സഹോദരന്മാർ അനുഭവിക്കുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ വേദനകളും യാതനകളും ത്യാഗവും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലൂടെ കൊച്ചു കൊച്ചു ചിത്രങ്ങളാക്കി മാറ്റി നമ്മളിൽ എത്തിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ വേഗതയേറിയ കൃത്യനിർവഹണത്തിനിടയിൽ അദ്ദേഹം കാണിച്ച ഒരു മഹത്തായ അനുഭവം ആണ് എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിലൂടെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അത് വല്ലാത്ത ഫീൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പെരിമെൻറ്റിനെ പറ്റി നമുക്ക് എന്താണ് പറയാനുള്ളത്?
ഇത് കിഡ്നി പ്രോസസ് വർക്കിംഗ് മോഡലാണ്. ഇത് കിഡ്നി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ കോട്ടൺ ഉണ്ട്, ഫിൽറ്റർ പേപ്പർ ഉണ്ട്. ഞാനിത് ഒരു കെമിക്കൽ പൗഡർ ആഡ് ചെയ്ത വാട്ടറാണ്. ഈ വാട്ടർ ഞാൻ മിക്സ് ചെയ്ത് ഈ വാട്ടർ ഇങ്ങോട്ട് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് ആ വെള്ളം മിക്സായി അത് ഫിൽറ്റർ ആയത് ഇതിൽ പൗഡർ അബ്സോർബ് ചെയ്ത് ഈ വാട്ടറിൻ്റെ ഇത്ര ക്ലിയർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കിഡ്നി പ്രോസസ്സിൻ്റെ ആ ഒരു പ്രൊസീജിയറായിട്ട് നമുക്ക് കൽപ്പിക്കാം. എന്താണ് മോളെ എക്സ്പെരിമെൻറ്റ്? ഇതിനെപ്പറ്റി നമ്മളോട് ഒന്ന് പങ്കുവയ്ക്കാവോ എന്താണെന്നുള്ളത്? ഒരു എർത്ത് സിസ്റ്റമാണ് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എർത്തിന് ചുറ്റും ഈ മൂൺ കറങ്ങുന്നതായിട്ടാണ്. ഇതൊരു വർക്കിംഗ് മോഡലാണ്. അപ്പോൾ എർത്തിന് ചുറ്റും ഈ മൂൺ കറങ്ങും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ മൂലമാണ് ഈ മൂൺ ഇവിടെ നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഇതിവിടെ എർത്തിൽ ഓഷൻ ടൈഡ്സ്, വേവ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വർക്കിംഗ് മോഡലാണ്. ഇതിങ്ങനെ ഓർബിറ്റ് വഴി ഇങ്ങനെ കറങ്ങുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 6Bയിലെ കൃഷ്ണനന്ദയുടെ എക്സ്പെരിമെൻറ്റിനെ പറ്റി കുട്ടിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഇത് സോളാർ പവർ ഇറിഗേഷൻ ആണ്. ഇതിനകത്തൊരു സോളാർ പാനലുണ്ട്, കൺട്രോളറുണ്ട്, പമ്പുണ്ട്, ഓവർ ഹെഡ് ടാങ്കുമുണ്ട്. ഇതിനകത്താണെങ്കിൽ നമ്മൾ ഫാർമേഴ്സിനൊക്കെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ സോളാർ പവർ ഇറിഗേഷൻ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിനകത്ത് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളാണെങ്കിൽ ഫ്യൂൽ റിക്വയർഡ് ആക്കാൻ പറ്റും. നമുക്ക് ഫ്യൂൽ റിക്വയർഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് നോ ഇലക്ട്രിസിറ്റി ബിൽ ടു ബി പെയ്ഡ് ഈസ് റിന്യൂവബിൾ സോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ്, ഇൻഎഫിഷ്യൻസി, റിലയബിലിറ്റി എന്നൊക്കെ പറയും. മോളുടെ പേരെന്തോ? ജസ്ല്. ഏഞ്ചൽ പ്രിൻസ്. എന്താണ് ഈ സ്റ്റീൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? This is a model of a zoo. What does zoo mean? A zoo is a facility in which animal confined within enclosures displayed to in which the people may also come and breed the tame. Zoo directory definition. A zoo is place where animals are kept so that people may come and see them. ഈ ശാസ്ത്രമേളയിൽ CBSE ശാസ്ത്രമേളയിൽ കേരള സർക്കാരിൻ്റെ നിരവധി സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അതിൽ കേരള ഫയർഫോഴ്സിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും നല്ലൊരു പങ്ക് വഹിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ശാസ്ത്രമേളയിൽ അവർ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന സാമഗ്രികൾ, ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള വിവരണങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് ഇവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇത് ഞങ്ങളുടെ ഓസാണ്. ഓസ് ഇത് ബ്രാഞ്ച്. ഇതാണ് മോസ്റ്റ് മോഡേൺ ആയിട്ട് ഇപ്പോൾ ഉള്ള ബ്രാഞ്ച്, ഉപയോഗിക്കുന്ന ബ്രാഞ്ച് ഇതാണ്. ഇതിനകത്ത് ജെറ്റ്, സ്പ്രേ തുടങ്ങിയവ ഒരേ സമയം ഉപയോഗിക്കാവുന്ന സാധനമാണ്. ഇത് ഹാൻഡ് കൺട്രോൾഡ് സ്റ്റോപ്പ് ഓൺ, ഹാൻഡ് കൺട്രോൾഡ് തന്നെ. വണ്ടിക്കകത്ത് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഈ പമ്പ് സൈഡിൽ ബ്രാഞ്ച് സൈഡിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഇതാണ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ബ്രാഞ്ച്. പിന്നെ ഇത് പഴയ ബ്രാഞ്ച്, ഓർഡിനറി ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ചില കേസുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഫ്ലാറ്റ് ബ്രാഞ്ച്, ഫ്ലാറ്റ് വെള്ളം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോകുന്ന ബ്രാഞ്ച്. പിന്നെ ഇത് ഡിഫ്യൂസർ. ഇതിനകത്ത് ഇതേപോലെ തന്നെ ജെറ്റും സ്പ്രേയും ആക്കാവുന്നത് പഴയ മോഡൽ ബ്രാഞ്ചാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഇത് ഓയിൽ സ്പ്രേ ബ്രാഞ്ചാണ്. ഓയിലിൽ ഫയർ ഉണ്ടാകുന്ന സമയത്ത് ബ്രാഞ്ച് ചെയ്യണം. ഇത് പിന്നെ കളക്റ്റീവ് ബ്രാഞ്ച്, കളക്റ്റീവ് ബ്രീച്ചസ്. ഇതിനകത്ത് പിന്നെ ഒരു ഓസിൽ നിന്ന് രണ്ട് കൂടുതൽ സ്പോട്ടുകളിലേക്ക് നമുക്ക് വെള്ളം സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഓസിൽ നിന്ന് തന്നെ നമുക്ക് ഈ ബ്രീച്ചസ് വെച്ച് നമുക്ക് ഓസുകൾ കൂടുതൽ ഇടാം. പിന്നെ ഇത്
പാല്, അതുപോലെ തന്നെ ഏറ്റവും അധികം അഡോളസെൻറ്റിനെ നമ്മൾ കേന്ദ്രീകരിച്ച് കാണുന്ന സാധനങ്ങളാണ് അയൺ കണ്ടെയ്നിങ് ഫുഡ്. അതായത് ശർക്കര, തവിട് കളയാത്ത അരി, പിന്നെ എള്ളുണ്ട, ഈന്തപ്പഴം, കപ്പലണ്ടി മുട്ടായി, അങ്ങനെയുള്ള സാധനങ്ങൾ. അത് ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും ഡെയിലി കഴിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ അയണിൻ്റെ അബ്സോർഷനെ ആഗിരണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുളിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ്. സി കണ്ടെയ്നിങ് ഫുഡാണ്. ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ഭക്ഷണം കഴിക്കുന്നത് എളുപ്പം ദഹിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൂടുതലായിട്ടും കൊടുക്കുക. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ, ഇലക്കറികളെന്ന് പറയുമ്പോൾ അതിനകത്ത് വൈറ്റമിൻ എ ആണ് റിച്ച് കണ്ടൻറ്റ്. അതുപോലെ തന്നെ അയൺ, കണ്ണിൻ്റെ കാഴ്ചയ്ക്കും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇതെല്ലാം ഇലവർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കൂടുതലായിട്ടും മാതാപിതാക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കൊല്ലം ജില്ലാ CBSE ശാസ്ത്രമേള നടക്കുന്ന കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജനമൈത്രി പോലീസിൻ്റെ ഒരു സന്നദ്ധ സംഘടന നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ കൊല്ലം ജില്ലാ റൂറൽ ജനമൈത്രി സംഘത്തിൻ്റെ സ്റ്റാളിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത്. ഇവർ ജനമൈത്രി പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ഒക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എൻ്റെ പേര് സലീം. കൊല്ലം റൂറൽ ജനമൈത്രി പോലീസിൻ്റെ ADN ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം അംഗീകാരം നേടിയെടുത്തുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ജനങ്ങൾ പോലീസാണ്, പോലീസ് ജനങ്ങളും എന്നുള്ള ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും അതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, മറ്റ് ഇതര സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരം കുറ്റങ്ങളെല്ലാം പോലീസിൻ്റെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരള പോലീസും കേരളത്തിലെ പൊതുജനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ജനമൈത്രി പോലീസ് പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മാസം 3-ാം തീയതി മുതൽ 2019 ജൂൺ മാസം 3-ാം തീയതി മുതൽ ജനമൈത്രി പോലീസിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ MBEAT സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, ജനമൈത്രിയുടെ ബീറ്റ് ഓഫീസർമാർ, ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള ജനമൈത്രിയുടെ ബീറ്റ് ഓഫീസർമാർ എല്ലാ വീടുകളിലും ചെന്ന് ആ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കി അത് അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ആ വീടിൻ്റെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഡയറക്ടർ ജനറലിനും
അവരുമായി നമുക്ക് അല്പസമയം ചിലവഴിക്കാം. നമസ്കാരം. ചൈൽഡ് ലൈൻ കൊല്ലം റൂറലിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ചൈൽഡ് ലൈൻ കൊല്ലം റൂറൽ ജില്ലയുടെ കോർഡിനേറ്ററാണ്. കുട്ടികൾക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ 1098 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സൗജന്യമായ സേവനം ഉറപ്പാക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിൻ്റെ ഒരു ദേശീയ പദ്ധതിയാണ് ചൈൽഡ് ലൈൻ. ചൈൽഡ് ലൈൻ കേരളത്തിലെ 14 ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയൊട്ടാകെ 470ഓളം സിറ്റികളിൽ ചൈൽഡ് ലൈൻ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ചൈൽഡ് ലൈൻ ഒരു ദേശീയ പദ്ധതിയാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. പ്രത്യേകിച്ചും കുട്ടികൾ ഓർക്കേണ്ടുന്നത്, നിങ്ങളെ മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചൈൽഡ് ലൈൻ ഉണ്ട്. നിങ്ങളെ ആരെങ്കിലും വറി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, മാനസികമായോ ശാരീരികമായോ ലൈംഗികമായോ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ ലൈംഗിക ചുവയുള്ള വാക്കുകൾ നിങ്ങളോട് പറയുകയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചൈൽഡ് ലൈൻ ഉണ്ട്. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും അലട്ടുന്നു എന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1098 എന്ന ഫോൺ നമ്പറിലേക്ക് സൗജന്യമായി വിളിക്കാം, സേവനം ഉറപ്പാക്കാം. അതാണ് ചൈൽഡ് ലൈൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ ഇടയിൽ ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നു. On the basic principle of capacitance, which measures the dielectric impermeability of solid. Okay. So you are running some motor with this? This is a motor? Yes, that's motor. As per the moisture level decreases, the motor will come down. Okay. Now it will not be working, is it? Yes. Now it's just. And what you are trying to show here? This is a plasma thermal decomposition recovery plant model. Human beings are the machine that transforms waste to waste. Due to the human activities, they are increasing the waste in our environment. Due to this, they causes many harmful effects like global warming. It badly affects human life, animal life, marine life, etc. All means
bridge, sir, we are using water. We use 2 burners in our home. So 2 burners consume a lot of LPG and a lot of heat is radiated from the burner. So in this stove we introduce a new special technique called copper. So you can see a copper tube coiled around the burner. So this copper tube absorbs the radiated heat, that means wasted heat from the burner. As this copper tube has 2 ends, that is input and output. So we passes water through the input. The water from the input end comes to the copper coil, and the radiated heat absorbed by the copper coil is transferred to the water. So we know that the fuel conservation has become a more contemporary issue today, and we know that the fuel energy been converted into heat energy. Specific amount is low. So our idea we worked out is to how to manage or how to conserve that heat energy and to utilize it. And we just worked out it that copper is being an absorptive material. It absorbs the heat very much and will sustain that heat for a long time. So that when we pass common water, it's just cold water, and we are passing. Sir, at the same time, when we are cooking, we are passing this water out of it, and we are getting hot water. So you are trying to save the water being wasted. Yes, sir. And with this water can be used for our home usage purposes, and we are using this water for producing electricity. So with the help of, without any extra raw material or extra we are using, this is cheap and affordable. Save the water wastage. Cleans the floating waste. Oh, fine. So you have some motor here. Sir, it's a belt. It's a belt. There is some motor inside, isn't it? Yes. When we rotate the belt, the waste here automatically get deposited here. It can hold a payload of maximum 5 kg. 5 kg it can take. A lot of lakes are having so many weeds and all that. The materials are easily accessible. This belt is made of yoga mat. Everything is easily accessible. So then one more application is there. There is polyvinyl alcohol. Chemical name polyvinyl. A mixture of polyvinyl alcohol and clay mixed together, and we can put it anywhere. Where fix it in the belt. It will clean oil, dyes, everything from water. That is causing cancer. So we can also use it for cleaning swimming pools. We can. This is latest
topic sustainable agriculture, and we have named it as Sustainable Organic Farmhouse. Why so? Because we only use organic materials in our farm. As you can see, here is a paddy field, intercropping system plus drip irrigation, granary, vermicompost, cattle shed, biogas plant, and here solar panel, farmhouse, and a vermicompost. Then medicinal plants, beehive as plus flowering. Then there is a rest place. Then water filter, water storage tank, well, then rainwater harvester, solar panel, robot, etc. And there is a pond in the center of this field, and this pond will supply water to the paddy fields, and the excess water from the paddy fields is drained to the underground pit, and we convert it into pisciculture. And these fish are maintained in a hygienic manner. That means when the fishes are able to send to the market, we collect the entire breed and we use that water to irrigate our plants. This water is highly beneficial for the plants because it contains almost all nutrients that the plants requires. Then during the time of heavy rainfall, at that time there will be rainwater runoff. Then at that time we use a filter, a water filter, and this water filter will purify the water and is stored in the storage tank. And the filtration is in the base of charcoal bed. This charcoal bed will purify physical impurities, and then we use that water for drinking purpose. When we use for drinking purpose, we use neem leaves, tulasi, that means basil, holy basil, etc. for purifying the water. Then during dry season, when the pond dries up, we use this storage water, or this water stored in this tank is used to refill this pond. So there will be no shortage of water. And in dry season we use drip irrigation system in this paddy crops, and there is a flood barrier, and during the time of rainwater runoff we use this flood barrier to prevent the water logging in this field. And here we use the pipes which will form the drip irrigation system in this pond and paddy fields. And here we are using seasonal wise cropping. That means in rainy season we use kharif crops, that means rice, maize, millet, etc. And we are using winter season rabi crops such as wheat, barley, gram, etc. And we are also using shade crops, that means most of the fruits, vegetables, pumpkins, watermelons, etc. And here, as you can see, here's a vermicompost. We are not using fertilizers in our farm. Fertilizers are very harmful for our health. So we are using here vermicompost. A vermicompost is the product of decomposing process of various species of worms. Mainly we are using red wigglers and white worms. And this vermicompost will give a proper yield. And we will be getting healthy vegetables and fruits from this farmland. And here you can see it is an intercropping system, plus we are doing drip irrigation. So this drip irrigation is very useful in sandy areas, and this intercropping system means growing two or more crops in definite patterns. And for example, we are taking here legumes and wheat. The legumes can fix nitrogen into the soil, and the wheat require a high amount of nitrogen, so that they are mutually benefited. In the cropping, we are selecting this type of crop, so they are mutually benefited. The soil will not become deficient in any specific nutrient. And here we are making a granary. The surplus from this agricultural land is stored in this granary. And here it is a cattle shed. The cattle shed is properly ventilated with adequate supply of air and sunlight. And the cattle should be given with proper vaccination because they are very prone to diseases. That's why we are giving them with the proper vaccination. And the household waste from this farmhouse and the excreta from the cow shed is disposed in biogas plant, so that it can be converted into fuel, which we can use for our heat and electricity. And the biogas plant contains a waste material called slurry. This waste material is actually an excellent manure which we can use in our farmland, and it gives us a perfect yield. And we have cultivated medicinal plants in our garden. In our day-to-day life, we come across many weeds that sometimes they will be very useful for us. They contain very much medicinal plants. So, for avoiding that, for maintaining the quality or for maintaining their usefulness, we are using medicinal plants. These medicinal plants not only purifies the soil, but also it purifies the air. In Delhi, due to air pollution, people are spending money. They are spending money for fresh air. So, to avoid such dreadful situation in our own state, we are
cultivating medicinal crops. Then here there is beekeeping as well as flowering. And this nectar, the nectar available for the bees is collected from the flowers that is cultivated in our own farm. That is a benefit. Then these flowers are sent to the market, as well as we have we have chosen bees for two reasons. Main first reason is for honey, that is increasing our profit, and also the other reason was that if bees extinct from our world, human lifespan will be decreased. That means bees can adapt in all climate. If bees are extinct from that climate, then it is not possible to adapt human life, or it is not possible habit for the humans. So then there is a rainwater harvester, and during rainy season the water that is collected in the rooftop of the farmhouse is able to send to the rainwater harvester tank. In this way we are saving water for the dry season, and also this water is dripped into the underground, and it is useful for refilling the well, and also it saves the underground water. Then we have solar panels in our farm, and these solar panels they work with the help of sunlight. If there will be continuous rain for many days, we have a large storage battery for the solar panel, and also this solar panel helps in the electricity run out by the robotic farming, and also for filtration. And we have robots in our farm. We are taking the case of both village as well as in city. In village, there will be more laborers and also more land. So people can, due to their hard work, they can also produce this farm. But in cities, there will be less laborers and also less land. At that time, for example, 5 families can buy a plot together, and they can divide each sector. That means a family can run out paddy fields as well as intercropping. Then the profit from them can be used by themselves. So it is a way of applying. This is applicable in cities also. So in cities they can use robots also. Then we have earthquake or natural disaster predicting animals. That means we use cows, bees, dogs, etc. Then we are mainly using a dog. A dog can hear the frequency below 20 Hz. It can easily predict the earthquake. And we are using bees. The bees can easily predict the rainy season. During rainy season, the bees will not be scattering around the beehives. But in summer season, they will be sitting in their beehives itself. So that it proves that the bees has the power to predict rainy season. About cows. In Japan, there were earthquake for some days. At that time, the cows, there will be a decrease in the milk yield. So the farmers are thinking, why the cows have this much, how this decrease in the milk yield happened. At that time, they found that due to some stresses, these cows are not able to produce their milk. When the earthquake happened or it occurred, for the next 4 days, it produced higher yield of milk. Then it can also have the capacity to predict natural disasters. Then we have orcharding system in our garden. Tsunami and all those things. Use some apps also simply. Make it more smart. Okay. And especially in city where we don't have land, we have to work out something else. Land together. We are in our home.